ഇതാണ് മധ്യപ്രദേശിലെ ഇൻഡോറില് 18ാം നൂറ്റാണ്ടില് ഹോൾക്കർ രാജവംശം പണി കഴിപ്പിച്ച രാജ്വാഡ പാലസ്. ഈ ഒരു മഹാനിർമ്മിതി കാണുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ നിരന്തരം എല്ലാ ദിവസവും, ഇന്ന് പ്രത്യേകിച്ച് ഒരു വീക്കെൻഡ് ഡേ കൂടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു പീക്ക് ടൈമിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു മറാത്തി ആർക്കിടെക്ചർ ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഈ മഹാനിർമ്മിതി ഏതൊരു സഞ്ചാരികളെയും നല്ല രീതിയിൽ ആകർഷിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവിടെ മലയാളം ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ, കാരണം ഒന്ന് എൻ്റെ വേഷം, കാരണം ഒരു പബ്ലിക് ഏരിയയില് ഇസ്കാ आपका नाम क्या है भाई? उमेश पाटिल। नीलेश पांडे पाटिल। पटेल कहाँ के? दुलिया। धुलिया मध्य प्रदेश में? नहीं, महाराष्ट्र। महाराष्ट्र. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്നും सारी इंडिया में पूरे लोग इधर आता है ना? यस। हाँ, जम्मू से केरला तक लोग इधर. तुम कहाँ से हो? मैं केरला. बढ़िया लग रही है लेकिन। ओके. बढ़िया लग रही है। अपनी इंस्टाग्राम आईडी ब्लॉग में आईडी है। हाँ हाँ, आ जाएगा. नसीब रब्बानी इंस्टाग्राम में, यूट्यूब में मुसाफिर ऑफ दुनिया. कौन सा पॉपुलर अकाउंट है? हाँ, अभी पूरा इंडिया सफ़र कर रहे हैं, ट्रैवल कर रहे हैं. अभी इधर मध्य प्रदेश में पहुंच गया, इसलिए हिस्टोरिकल प्लेस वगैरह एक्सप्लोर करके जाता. അപ്പോൾ ഇതാണ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു പബ്ലിക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഈ മൈക്കിൻ്റെയും ക്യാമറിൻ്റെയും മുന്നിലൊക്കെ ഉണ്ടെങ്കിലും എന്നാലും ഉണ്ടല്ലോ, ഇതിപ്പോൾ ആർക്കും അറിയില്ലല്ലോ ഞാൻ എന്താ പറയുന്നത്, അതുകൊണ്ട് എന്തും എനിക്ക് പറയാം. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശാലമായ മറ്റു ചരിത്ര പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നോക്കിയേ, 7 നിലകളിലായിട്ടാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 നില പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ടാണ്, ബാക്കി ഉള്ള ഭാഗങ്ങൾ മരത്തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പം നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാണുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രധാന വാതിൽ, അത് പൂർണ്ണമായും തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നേരെ പോകുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. തൂണുകളെല്ലാം നോക്കിയേ, ഇതെല്ലാം ഒറിജിനൽ മരമാണ്. മരം ഇന്നും ഒരു കേടുപാടും പറ്റാത്ത ഇന്നൊരു നിലയിലേക്കാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ അറിയോ, നമ്മളെപ്പോലുള്ള മനുഷ്യരുണ്ടാക്കിയ നിർമ്മിതികളാണിതൊക്കെ. ഇവരൊക്കെ കഴിവിനെ സമ്മതിക്കണം. ഏത് കാലത്ത് ഇപ്പം ജീവിക്കുന്നത് IT പുതിയ യുഗത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത, ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള കൊത്തുപണികൾ ആശാരിമാർക്കറിയാം. പിന്നെ മെഷീനറീസുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പണികളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ്, ഈ മെഷീനറീസൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കൊത്തുപണികളൊക്കെ ചെയ്യാൻ മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ടാണ്. അതുപോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും, ആ തൂണ്, അത് ആ മൊത്തം കല്ലുകൊണ്ട് നിർമ്മിച്ച സംഭവമാണ്. ആ കല്ലുകൊണ്ട് നിർമ്മിച്ച ആ കൊത്തുപണികൾ എവിടെ നോക്കിയാലും വ്യത്യസ്തങ്ങളായ കൊത്തുപണികൾ. ഇനിയിപ്പോൾ ഈ ഒരു പ്രധാന കവാടത്തിൻ്റെ ഈ ഭാഗത്തിനെ നോക്കിയാൽ മതി, ഓരോ ഡിസൈനേഴ്സും അത്രയും നമ്മളെ ഈ നിർമ്മിതികളൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കഴിവുകളാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ കഴിയണം. നോക്കിയേ, ഈ ഒരു ഏരിയകളൊക്കെ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ഇതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കണ്ടില്ലേ, ഈ മരങ്ങളൊക്കെ നല്ല പോളിഷ് ചെയ്ത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിലകളുണ്ട്, പക്ഷേ അങ്ങോട്ട് എൻട്രൻസ് ഇല്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മ്യൂസിയം, അത് കാണേണ്ട ഒരു സംഭവമാണ്. ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മ്യൂസിയം അല്ല, ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു കെട്ടിടം പൂർണ്ണമായിട്ടും കല്ലുകൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് ഹൈന്ദവ മതവിശ്വാസികളുടെ
ചില ആരാധനാലയമാണെന്ന് ഞാൻ കരുതപ്പെടുകയാണ്. അതിൻ്റെ അത്തരത്തിലുള്ള ചെറിയ അടയാളങ്ങളൊക്കെ ഇവിടെ കാണാണ്. അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഇത് ഇവിടുത്തെ പ്രാർത്ഥനാലയമാണോ എന്ന് അറിയില്ല. എന്തായാലും നല്ല അനുഭവമായിരുന്നു രാജവാഡ പാലസ് നമുക്ക് നൽകിയത്. ഇനി ഒരു പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.